ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ നിമിഷത്തിൽ ഇപ്പോൾ നമ്മളോട് ചേരുന്നത് നമ്മുടെ ജിൻസച്ചനെ ഒരു വൈദിക പരിശീലനത്തിന് വേണ്ടിയിട്ട് മംഗലപ്പുഴ സെമിനാറിൽ വെച്ച് പരിശീലിപ്പിച്ച റെക്ടറച്ചൻ ആണിപ്പോൾ നമ്മളോട് ചേരുന്നത്. അച്ഛ ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ ഗുഡ്നസ് ടിവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ മനസ്സിലും വേദനയുണ്ട്, വിഷമമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു പിതൃഹൃദയം അച്ഛനിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എങ്കിലും ഈ നിമിഷത്തിൽ ജിൻസച്ചനെ കുറിച്ചുള്ള അച്ഛൻ്റെ ആ ഓർമ്മകൾ, പ്രത്യേകിച്ച് സെമിനാരി ജീവിതത്തിലെ അച്ഛൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ അവസരത്തിൽ ആദ്യമായിട്ട് ഞാൻ തലശ്ശേരി അതിരൂപതയിലെ അഭിവന്യ പിതാക്കന്മാർക്കും വൈദികർക്കും ഒപ്പം ഷിൻസച്ചൻ്റെ മാതാവിനും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും മംഗലപ്പുഴ സെമിനാരിയുടെ ഇവിടുത്തെ വൈദികരുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും പ്രാർത്ഥനയും അനുശോചനവും നേരുകയാണ്. ഒരു വൈദിക വിദ്യാർത്ഥി എന്ന നിലയിൽ ഷിൻസച്ചൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും മുഖത്ത് സന്തോഷം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. നല്ല സാഹചര്യത്തിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും ആ സന്തോഷത്തിനൊട്ടും അച്ഛന് കുറവ് വന്നിട്ടില്ല. പൗരോഹിത്യത്തോട് വലിയൊരു തീക്ഷ്ണമായ ആഗ്രഹം അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചു. അതിൻ്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം പുരോഹിതനായതിനു ശേഷം താൻ ശുശ്രൂഷ ചെയ്ത ഇടവകളിൽ നിന്ന് ഇടവക ജനങ്ങളെയും ഒപ്പം കൂട്ടി തീർത്ഥാടനം പോകുന്ന സമയത്ത് സന്തോഷത്തോടെ അവരെയും കൂട്ടിക്കൊണ്ട് സെമിനാരിയിൽ വരികയും ഞങ്ങൾ വൈദികരെയും വൈദിക വിദ്യാർത്ഥികളൊക്കെ കാണുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവിടെയൊക്കെ തീക്ഷ്ണതയോടെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനെ ഞാൻ കാണാൻ സാധിച്ചത്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് മംഗലപ്പുഴ സെമിനാരിലെ എല്ലാ വൈദികർക്കും ഇതൊരു സ്വീകരിക്കാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ തുടർച്ച, അതിന് ദൈവത്തിനുള്ള സ്തുതി അർപ്പണമായിട്ട് അത് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഷിൻസച്ചന് എല്ലാ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.